അബുൽ ഐന റളിയല്ലാഹു അൻഹു അവരുടെ ചില നാട്ടുകാരെ സംബന്ധിച്ച് പരാതി പറയാൻ ചെന്നു. മഹാനായ പണ്ഡിതൻ അഹ്മദ് ബിൻ അബീ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട്. അഹ്മദ് ബിൻ അബീ ദാവൂദ് എന്നവർ സാഹിദായ ത്യാഗീവര്യനായ അള്ളാഹുവിന്റെ ആരിഫാണ്. അബുൽ ഐന നാട്ടുകാരനാണ്. എന്നിട്ട് പറഞ്ഞു, അഹ്മദ് എന്നവരെ ഖദ് തളാഫറു അലയ്യ, അവര് മുഴുവനും എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വസാറു യദൻ വാഹിദ, അവരെല്ലാവരും എനിക്കെതിരെ ഒറ്റക്കെട്ടാണ് എന്നെ ആക്രമിക്കാൻ. അവരുടെ കരങ്ങളൊക്കെ ഒരുമിച്ചാണ്, അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞപ്പോ അഹ്മദ് ബിൻ അബീ ദാവൂദ് എന്നവർ എന്നോട് മറുപടി പറഞ്ഞു, അതിനെന്തിന് നീ വിഷമിക്കണം? യദുല്ലാഹി ഫൗഖ ഐദീഹിം, അവരുടെ കൈകൾക്ക് മീതെ അള്ളാഹുവിന്റെ കൈയുണ്ടല്ലോ, നീ എന്തിനാ പേടിക്കുന്നത്? അവരൊക്കെ ഒറ്റക്കെട്ട്, അള്ളാഹുവിന്റെ കൈ അതിനു മീതെയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നലഹും മക്റ, അവരെന്തൊക്കെയോ ചില കുതന്ത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില കുതന്ത്രങ്ങൾ ചെയ്യാം, ചിത്രമുണ്ടാക്കാം, കുതന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധ കലാം എന്നോട് ഓതിത്തന്നു. അഹ്മദ് ബിൻ അബീ ദാവൂദ് എന്നവർ വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി, മോശമായ ഫിത്നയുടെ പ്രവർത്തനങ്ങൾ അതിന്റെ ആളുകൾക്കല്ലാതെ, ചീത്ത ആളുകൾക്കല്ലാതെ യോജിക്കുകയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അവർ ഒരുപാട് ആളുകളുണ്ടോ എന്ന് ദുആയിരക്കണേ. അദ്ദേഹം പറഞ്ഞു, കമ്മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅതൻ കസീറതൻ ബിഇദ്നില്ലാഹ്, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾക്കെതിരെ അള്ളാഹു വിജയം കൊടുത്തത്. എത്ര ചെറിയ സംഘങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണബലം നോക്കി, സംഘശക്തി നോക്കി നീ പേടിക്കല്ലേ. അള്ളാഹു ഇല്ലയോ? അക്രമികളെ പിടിക്കാൻ അള്ളാഹുണ്ടല്ലോ എന്ന് മഹാനായ അഹ്മദ് ബിൻ അബീ ദാവൂദ് എന്നവർ എനിക്ക് മറുപടി പറഞ്ഞു തന്നു. നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. അക്രമവും അനീതിയും ചെയ്യാത്ത ഒരു ലോകത്തുണ്ടാവില്ല. അങ്ങനത്തെ ഒരു മണ്ഡലം പഞ്ചായത്ത് നോക്കി നടക്കണ്ട. അതില്ലാത്തത് ലോകത്തുണ്ടാവില്ല. എല്ലായിടത്തുണ്ടാവും കുറച്ച് ഫിത്നക്കാർ. നമ്മൾ ഉസ്താദുമാരോടൊക്കെ പറയാറ്, ഉസ്താദുമാരായ നമ്മുടെ കൂട്ടുകാരൊക്കെ ഓരോ മഹല്ല് മാറുമ്പോഴേ, എന്തിനാ ഇപ്പൊ മഹല്ല് മാറുന്നത്? അവിടെ കുറച്ച് ഫിത്നക്കാരുണ്ടെന്നാ. അടുത്ത മഹല്ല് പോയാലെന്താ, അവിടെ ഉണ്ടാവും. പിന്നെ എന്തിനാ മാറുന്നത്? ഏത് മഹല്ല് ചെന്നാലും ഉസ്താദിനോട് വളരെ അടുത്ത, കണ്ണ് ചിമ്മി സ്നേഹിക്കുന്നവരുണ്ടാവും. എന്ത് ഇപ്പൊ പകലാന്ന് പറഞ്ഞാൽ അത് പകൽ തന്നെയാണ്, അത് എന്തല്ല രാത്രിയല്ല എന്ന് ഒരു വിഭാഗം അങ്ങനെ ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞ് നേരാണെങ്കിൽ ഉസ്താദിന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എതിരാണ്. അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉണ്ടാവും. ഉസ്താദിന് എന്ത് തന്നെ പുണ്യവാളനായിട്ടും കാര്യമില്ല, ഞങ്ങൾ മൂപ്പർക്ക് എതിരാണ്. അങ്ങനെ ഈ മൂന്ന് വിഭാഗം എല്ലാ നാട്ടിലും ഉണ്ടെന്നാണ്. പിന്നെ എന്തിനായി മഹല്ല് മാറിപ്പോണ്ട കാര്യം? ഏത് മഹല്ല് പോയാലും ഈ കൂട്ടലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ലോകത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അള്ളാഹു അങ്ങനെയാ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങൾ വെച്ചത്. ഇതൊക്കെ മലക്കുകളാണെങ്കിൽ വല്ല രസമുണ്ടോ ജീവിക്കാൻ? അങ്ങനെയല്ലല്ലോ. ഭൂമിയിൽ നന്മ തിന്മകളെ വേർതിരിക്കാൻ പറഞ്ഞയച്ച ലോകമാണ്. അതുകൊണ്ട് രണ്ടിനും ചാൻസ് വേണം. ഇത് സഹിക്കലാണ് നമ്മുടെ ബാധ്യത, സഹിക്കലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് വന്ന ഒരാൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് എന്നവരെ, എന്റെ അയൽപക്കക്കാരൊക്കെ എനിക്കെതിരെ തിരിഞ്ഞ് ഞാൻ അവർക്ക് എത്ര ഉപകാരം ചെയ്താലും അവരെനിക്ക് ഉപദ്രവം ചെയ്യുള്ളൂ. എന്നാലേ അവരല്ലാഹുവിനെ, നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പോണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്ഷമിച്ചു കൊടുത്തേക്കും. ഇതാണ് ഹബീബിന്റെ സ്വഹാബി മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി. സഹിക്കേണ്ടി വരും ചിലപ്പോ, പൊറുക്കുക. അല്ലാഹുവിന് വേണ്ടി പൊറുത്തു കൊടുക്കുന്നത് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അല്ലാഹുവിന് വളരെയേറെ ഇഷ്ടമുള്ള കാര്യമാണ്. സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യമാണത്. അല്ലാഹു തആല നമുക്ക് ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബായ തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കൂടെ കേൾക്കുക. മൻ അശാറ ഇലാ അഖീഹി ബിഹദീദത്തിൻ, ഏതെങ്കിലും ഒരാൾ സ്വന്തം സഹോദരന്റെ നേരെ ഒരു ഇരുമ്പിന്റെ സാധനം കൊണ്ട് ചൂണ്ടിയാൽ, ഒരു തോക്കോ ഒരു കത്തിയോ ഒരു ഇരുമ്പിന്റെ സ്റ്റീലോ, എന്തെങ്കിലും ഇരുമ്പിന്റെ ഒരു സാധനം തന്റെ കൂട്ടുകാരനെതിരെ അയാൾക്കെതിരെ നമ്മൾ ഉയർത്തി എങ്കിൽ, അയാളെ കൊല്ലാനോ ഒന്നുമല്ല, ഒന്ന് പേടിപ്പിക്കാനോ എന്തിനെങ്കിലും ഒരാൾക്കെതിരെ നമ്മൾ വാളെടുക്കുകയോ അല്ലെങ്കിൽ കത്തിയെടുക്കുകയോ മൂർച്ചയേറിയ ആയുധമെടുക്കുകയോ, അല അഖീ, സ്വന്തം ഉമ്മ വെച്ച സ്വന്തം സഹോദരനെതിരാണെങ്കിലും ഒരാൾക്കെതിരെ നമ്മൾ ആയുധം തീണ്ടിയാൽ, ആയുധം നമ്മൾ
നമ്മൾ ഒരാൾക്കെതിരെ ചൂണ്ടിയാൽ ഫഇന്നൽ മലായികത തൽഅനുഹു, അല്ലാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ ശപിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ കാന അഖാഹു ലിഅബീഹി വഉമ്മിഹി, സ്വന്തം ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച സ്വന്തം ചോരയുള്ള സ്വന്തം സഹോദരനാണെങ്കിൽ തന്നെയും അള്ളാന്റെ മലക്കുകൾ ശപിക്കും. വെറുതെ കത്തി കൊണ്ട് പേടിപ്പിച്ചു, ഇത്രയേ ഉള്ളൂ. അതെ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്. ഉടനെ ആരെയും പേടിപ്പിക്കാൻ പാടില്ല എന്നാണ്. ഒരു സുഹാബി അന്നൊരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഒട്ടകപ്പുറത്ത് മെല്ലെങ്ങനെ ഉറങ്ങിപ്പോയി. ഒട്ടകപ്പുറത്ത് യാത്രയുടെ ക്ഷീണത്തിലെ മെല്ലങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ കൂട്ടുകാരൊക്കെ ചെന്നിട്ട് എന്ത് ചെയ്തു? അയാളെ ഒന്ന് പേടിപ്പിക്കാൻ ഒട്ടകപ്പുറത്ത് മെല്ലെ കയറിപ്പറ്റി ഇയാളുടെ അമ്പ് വെച്ച കീസിൽ നിന്നും ഒരമ്പങ്ങെടുത്തു. ഇയാളങ്ങ് ഞെട്ടി എഴുന്നേറ്റു. ശത്രുക്കളാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു സ്വന്തം കൂടുള്ള ആളുകൾ പേടിപ്പിക്കാൻ. അത് കണ്ടപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ, ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിയെ പേടിപ്പിക്കാൻ പാടുള്ളതല്ല, ഒരു വിശ്വാസിയെ ഭയപ്പെടുത്താൻ പാടുള്ളതല്ല, ഹലാലല്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളും ഒരാളെ പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ കുത്തിക്കുന്ന് പറഞ്ഞ രീതിയിൽ വാഹനം ഓടിക്കാൻ പാടില്ല. അപ്പൊ റോട്ടിലൊക്കെ അങ്ങനെ ബസ്സുകാരൊക്കെ വരവേണ്ട, നിന്നെ ഞാൻ കുത്തിക്കുന്ന രീതിയിലൊക്കെ വരാം. ചില ബസ്സുകളൊക്കെ ഹൈവേയിലൊക്കെ പോകുമ്പോ നിന്നെ കുത്തിക്കുന്നു. നമ്മളായിട്ട് റോഡിൽ അരിച്ചാലൊക്കെ അങ്ങ് വീണ് കൊടുക്കുക എന്നല്ലാതെ ഒരു രക്ഷയില്ല. അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ വാഹനം ഓടിക്കാൻ. ഇങ്ങോട്ട് വരും അവന്റെ നല്ല കൺട്രോളും ബ്രേക്കൊക്കെ ഉള്ള വണ്ടിയായിരിക്കും. ഇവിടെ നിന്ന് വരുന്ന സാധുവിനുണ്ടാവോ? പേടിപ്പിച്ചാൽ അയാൾക്ക് ബ്രേക്ക് കിട്ടുമോ? അപകടപ്പെടുത്തലല്ലേ. ഒരാളും പേടിപ്പിച്ചുകൊണ്ട് വാഹനം ഓടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള തിരിക്കലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പേടിപ്പിക്കലാണ്. പുരുഷന്മാര് പേടിച്ചു. അതിനകത്തുള്ള ആളുകൾക്ക് ഡേഞ്ചറാണ്. സ്വന്തം വാഹനം ഓടിക്കുന്ന ആളെ എൻഡേഞ്ചർ ചെയ്യലാണ്, അപകടപ്പെടുത്തലാണ്. ചെയ്യാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്? വാഹനം പോലും ഓടിക്കാൻ പാടില്ലെന്നാണ്. ലാ യജൂസു ലിമുസ്ലിമിൻ അൻ യുറവ്വിഅ മുസ്ലിമാ, ഒരാൾക്കും ഒരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പോലും എന്തുകൊണ്ട്? ഇതെല്ലാം ദുൽമിന്റെ ഭാഗമാണ്. ഒത്തിരി വിധങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇയ്യാകും വന്നുൽം, നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ സൂക്ഷിക്കണമേ. വന്നുൽം, അക്രമം നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹു ദുലുമാതുൻ യൗമൽ ഖിയാമ, അന്ത്യനാളിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും നിങ്ങൾക്ക് മേൽ ഇരുട്ടുകളായി ഭവിക്കുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി തങ്ങൾ പറഞ്ഞ മറ്റൊരു ഭാഗം, വഇയ്യാകും വശുഹ, നിങ്ങൾ എന്താവരുത്? സ്വാർത്ഥന്മാരായി പോവുകയും അരുത്, അതും നിങ്ങൾ ചെയ്യരുത്. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോവാൻ കാരണമായ വിഷയമാണത്. ഹമലഹും അലാ അൻ തഫകൂ ദിമാഅഹും, അവർ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കാൻ കാരണമായത് ഓരോരുത്തരും എനിക്ക് വേണം എനിക്ക് വേണം, തന്റെ കൂട്ടുകാരനെ സഹായിച്ചുകൂടാ എന്ന സ്വാർത്ഥത കണ്ടപ്പോഴാണ്. വസ്തഹല്ലൂ മഹാരിമഹും, ഒരാൾക്ക് അവകാശപ്പെടാത്തത് എനിക്ക് വേണമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായത്. അങ്ങനെയാണ് കൊളോണിയലിസം ഉണ്ടാകുന്നത്. ഒരു നാട് മറ്റൊരു നാടൊരു കൊളോണിയൽ രാജ്യം വന്ന്, ഒരു ഇംപീരിയൽ രാജ്യം വന്ന് ഒരു രാജ്യത്തെ കീഴടക്കുകയാണ്, പലസ്തീനികൾക്ക് സംഭവിച്ച പോലെ. അങ്ങനെ വരുമ്പോ അന്യായമായത് തനിക്ക് വേണമെന്ന നിലപാടുകൾ എടുക്കുമ്പോൾ സഫകൂദിമാഹും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും. കൊല്ലം 50 കഴിഞ്ഞു, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നടന്ന യുദ്ധങ്ങൾ എങ്ങനെയാണ്? തങ്ങളുടേതല്ലാത്ത രാജ്യങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് വെട്ടിപ്പിടിക്കാനുള്ള മോഹത്തിലാണ് ലോകത്ത് മഹായുദ്ധങ്ങൾ വരെ ഉണ്ടായത്, അല്ലേ? അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ, സ്വാർത്ഥന്മാരാവല്ലേ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.